ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്കൊന്നും അറിയില്ല. ഇതിലെ വിഷ്ണുവിന്റെ റോൾ എന്താ? നൂർജഹാനെ രക്ഷപ്പെടുന്നതിനിടയിൽ വിഷ്ണുവിന്റെ കയ്യിൽ നിന്നാണ് അബദ്ധം സംഭവിച്ചത്. അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ല. പത്മാവതി അവൻ എന്നെ ഏൽപ്പിക്കുമ്പോ സ്വന്തം മകനെ പോലെ നോക്കണമെന്ന് പറഞ്ഞ അവൻ എന്നെ ഏൽപ്പിച്ചത്. ദേ, ഞാൻ സ്വന്തം മകനെ പോലെയല്ല, മകനായിട്ട് തന്നെ നോക്കിയത്. എന്നിട്ടും അവൻ ചെയ്ത് ഒപ്പിച്ചു വെച്ചതൊക്കെ എന്തുവാ? ഒരാൾക്കും പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അല്ലേ അവൻ നമ്മുടെ കുടുംബത്തിനെതിരായിട്ട് കാണിച്ചു കൂട്ടിയത്. മറ്റുള്ളവരുടെ വാക്കും കേട്ട് വിശ്വാസവഞ്ചനയല്ലേ അവൻ എന്നോട് കാണിച്ചത്. അതൊക്കെ ഞാൻ എങ്ങനെ മറക്കണമെന്നാ രാഘവട്ടൻ എന്നോട് പറയുന്നത്? നിങ്ങൾ ആരൊക്കെ മറന്നാലും ഞാനത് മറക്കില്ല, അവനോട് പൊറുക്കയില്ല. അതെ, ഈ ഉപേന്ദ്രന്റെ സുസ്മിതയൊക്കെ അവന്റെ നിയന്ത്രണം എപ്പോഴാ ഏറ്റെടുത്തത്? അതിനു മുൻപ് വരെ അവന്റെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ആരാ? ഈ ഞാനല്ലേ. എന്നെയാ അവൻ കരി വാരി തേച്ച് ഒരു മൂലക്കിരുത്താൻ നോക്കിയത്. അവനോടൊക്കെ എങ്ങനെ പൊറുക്കണമെന്നാ രാഘവട്ടൻ പറയുന്നത്? ഭാമേ, ആ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞിട്ടല്ലേ അവൻ മൂലം തട്ടിയെടുത്തൊക്കെ നമ്മുടെ കാൽക്കൽ വെച്ച് അവൻ മാപ്പി ചോദിച്ചത്. പിന്നെ ഒരിക്കൽ നീ അവനെ മോനായിട്ട് ഏറ്റെടുത്തെന്ന് പറഞ്ഞില്ലേ? ഏത് പ്രായത്തിലായാലും മക്കൾ ചെയ്യുന്ന കുരുത്തക്കേടുകളൊക്കെ പൊറുക്കുന്നതേ അമ്മമാര് തന്നെ. കർക്കശ സ്വഭാവത്തോടെ നിൽക്കുന്ന അച്ഛന്റെ മുമ്പില് മക്കൾക്കായി ശുപാർശ ചെയ്യുന്നതും അമ്മമാര് തന്നെയാ. ദേ, ഉള്ളിലുള്ള വിദ്വേഷം കളഞ്ഞേ ഈ ഒരു അവസരത്തിൽ അവനെ സ്നേഹിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. ഒന്ന് വെറുക്കാതിരുന്നൂടെ? നമ്മൾ പപ്പിമോളെ ഓർത്തെങ്കിലും. ദേ, ഇനിയിപ്പോ ഇതിന് നീ എതിരൊന്നും പറയണ്ട, ഞാൻ പോയിട്ട് വരാം. പൊന്നി, നീ ഇതെല്ലാം കൊണ്ടുപോയി കടകളിൽ കൊടുക്ക. ഏതൊക്കെ കടകളാണെന്നേ നമ്മുടെ ബുക്കിൽ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൂടി രാഘവേട്ടന്റെ കൂടെ പോയിട്ട് വരാം. ഇല്ലെങ്കിൽ ഓർമ്മയില്ലാതെ വല്ല സ്ഥലത്തേക്കൊക്കെ പോവും. അവിടെ നിൽക്കേ, ഞാൻ കൂടെ വരാം. അപ്പൊ പറഞ്ഞ ഒന്നും വെറുതെ ആയില്ല, സംഗതി ഏറ്റ്. ദൈവം കൊല്ലാക്കൊല ചെയ്യല്ലേ. ഈ കെട്ടെങ്കിലും ഒന്ന് അയച്ചാ. ഈ കാര്യമൊക്കെ പറയേണ്ട ആൾക്കാരെ ഇപ്പൊ വരും, നേരിട്ടങ്ങ് പറഞ്ഞാ മതി. എന്നെ ഒന്ന് അഴിച്ചുവിട്. ഞാനൊരു പോലീസ് ഓഫീസറായിട്ടല്ല തന്നോടൊപ്പം വന്നത്, ഒരു സുഹൃത്തായിട്ടാണ്. അപ്പൊ ആ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ കഴിയൂ. ഏത് രീതി സംസാരിച്ചാലും എനിക്ക് എന്റെ മകൻ എന്താ സംഭവിച്ചതെന്ന് അറിയണം. താനീ കാണിക്കുന്നതൊക്കെ പഴയ മേലാളന്മാരുടെ ചട്ടമ്പിത്തരവാ. താൻ എന്റെ സുഹൃത്തായന്റെ പേരിൽ മാത്രമാ ഞാൻ ഇതിന് കൂട്ടുനിൽക്കുന്നത്. വാ. ആഹാ, ഇവൻ ഉണർന്നോടാ? ഇന്നലെ രാത്രി ഇവനെ ഉറക്കിയിട്ട് വേണ്ടേ ഉണരാൻ. ഉറങ്ങാൻ തുടങ്ങുമ്പോ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് ഇവന് തലയിലങ്ങ് ഒഴിച്ചു കൊടുക്കും. അതോടെ അവന്റെ ഉറക്കങ്ങ് പോവും. പക്ഷേ അവനൊന്നും സമ്മതിച്ചിരുന്നില്ല. അത് നിന്റെയൊക്കെ ചോദ്യം ചെയ്യലിന്റേതാ. അതിനൊക്കെ പോലീസുകാർ തന്നെ വേണം.
അതിന്റെ താളത്തിൽ അവരങ്ങ് ചോദിച്ചെടുത്തോളും. അല്ലേ ഹമീദ് സാറേ? ദാ, സത്യം പറഞ്ഞ നിനക്ക് സുന്ദരമായിട്ട് കേടുപാടൊന്നുമില്ലാതെ വീട്ടിലേക്ക് പോകാം. ഇല്ലെങ്കിൽ നീ കാണുന്ന ഈ മുറി നിന്റെ അവസാനത്തെ കാഴ്ചയായിരിക്കും. അബൂബക്കറിനെ നഷ്ടപ്പെട്ടിരിക്കുന്നത് അയാളുടെ ഒരേ ഒരു മകനെയാണ്. അയാളിനി ഏത് രീതി പ്രതികരിക്കുന്നു അയാൾക്ക് പോലും അറിയില്ല. ചുമ്മാ മസിൽ പിടിച്ച് വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകണോടാ. എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഞാൻ എങ്ങനെ മറുപടി പറയാനാ? നസീറിന് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല. ഞാനും നസീറുമായിട്ട് നേർക്ക് നേർ പല സന്ദർഭങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നസീറിനെ കാണാനില്ല എന്ന് പറയുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അല്ലെങ്കിൽ തന്നെ എന്റെ അമ്മയുടെ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിൽ പോയ ഞാൻ അതെല്ലാം ഇട്ടിട്ട് ഇങ്ങോട്ട് ഓടി വരുമോ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തർത്ഥത്തിലാ ഇതൊക്കെ എന്നോട് ചോദിക്കുന്നതെന്ന്. നിന്നെ മനസ്സിലാക്കി തരാടാ ഞാൻ. നീയും നൂർജഹാനും തമ്മിലുള്ള ഇഷ്ടത്തെ ഏറ്റവും അധികം എതിർത്തത് എന്റെ മകൻ നസീറ. കാരണം അവൻ കെട്ടാൻ പോകുന്ന പെണ്ണാണവള്. അവള് നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ കറങ്ങി നടക്കുന്നത് കണ്ടാൽ അവൻ പിന്നെ ചോദ്യം ചെയ്യില്ലേ? ചെയ്യും. നിങ്ങളുടെ ബന്ധത്തിന് അവൻ ഒരു തടസ്സമാണെന്ന് അറിഞ്ഞ് എന്റെ മകനെ നീയൊക്കെ കൂടി കൊന്നു അല്ലേടോ? പറയടാ എടോ, പറയടാ എവിടെയാണോ നീയൊക്കെ കൂടെ ചേർന്ന് എന്റെ മകനെ കൊന്നു കുഴിച്ചിട്ടത്? പറയടാ, ഇല്ലെങ്കിൽ നിന്നെ ഇന്ന് ഞാൻ കൊല്ലും. എടാ പറയടാ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ഇന്ന് പൊട്ടക്കണച്ച് കൊന്നു താക്കും. നിർത്ത്. പറയടാ, എന്റെ മകൻ എവിടെ? എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ? പറയടാ, എടോ പറയാൻ. നിർത്താനല്ലേ പറഞ്ഞത്? എടോ, താൻ എന്തുകൊണ്ടോ ഈ കാണിക്കുന്നത്? താൻ ഇങ്ങോട്ട് വന്നേ. വാടോ. എടോ, ഇങ്ങനെ തല്ലിയ ഇവ ഇവിടെ കിടന്ന് ചത്തുപോവും. താനും പെടും ഞാനും പെടും. സമാധാനപരമായി കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നമ്മൾ വന്നത്. എടാ വച്ചനെ, മകൻ നഷ്ടപ്പെട്ടൊരു വാപ്പയാണിത്. ഇനി അങ്ങോട്ട് ചെല്ലുന്തോറും ഇയാളുടെ ദേഷ്യം കൂടി വരത്തേ ഉള്ളൂ. ഉള്ളതുപോലെ പറഞ്ഞ നമുക്ക് ഇരു കൂട്ടർക്കും ഒന്നും സംഭവിക്കില്ല. പറ, നിനക്ക് ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ? എന്നെ എങ്ങനെയൊക്കെ തല്ലി ചതച്ചാലും എനിക്ക് ഇതൊക്കെ പറയാനുള്ളൂ. എനിക്കൊന്നും അറിയില്ല. ഇതിലെ വിഷ്ണുവിന്റെ റോൾ എന്താ? നൂർജഹാനെ രക്ഷപ്പെടുന്നതിനിടയിൽ വിഷ്ണുവിന്റെ കയ്യിൽ നിന്നാണ് അബദ്ധം സംഭവിച്ചത്. അയ്യോ, അതൊന്നും എനിക്ക് അറിയില്ല. ഈ സമയത്തൊന്നും ഞാനിവിടെ ഇല്ലായിരുന്നു. എന്നെ ഒന്ന് വിശ്വസിക്ക്, അല്ലെങ്കിൽ എന്നെ അങ്ങ് തല്ലിക്കൊല്ല്. ഈ കൊല്ലാതെ കൊല്ലുന്നേക്കാളും നല്ലത് അത് തന്നെയാ. എടാ നീ കൊല്ലുകടാ, നിന്നെ ഞാൻ തന്നെ കൊല്ലു. വേണ്ട. എടോ, താനീ വന്നേ. ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങോട്ട് വാടും. താനീ വാ. എടാ, ഉള്ളത് പോലെ പറഞ്ഞാൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കും, വലിപ്പിക്കും.